ലുലു മാളിന്റെ ഫ്രണ്ടില് റോഡിലാണ് കേട്ടോ ഞാൻ. എൻ്റെ പൊന്നു മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്ത് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കുറച്ച് റിസ്കി എലമെന്റ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ചേർന്നൊരു വീഡിയോ ആണ്. ഒരു 24 hours ജോഗിങ് ചലഞ്ച്. ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഒന്നും എനിക്കറിയത്തില്ല. കാരണം ഇതിനു വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഫിസിക്കൽ ട്രെയിനിങ്ങോ അല്ലാണ്ട് പ്രാക്ടീസോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മാക്സിമം എന്നെ കൊണ്ട് എത്രത്തോളം ഓടാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ എനിക്കറിയത്തില്ല. എന്തായാലും ഞാനും ഉണ്ട്, ട്രാക്ഷനും ഉണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ എന്തായാലും ഇറങ്ങാൻ പോവാണ്. ട്രാക്ഷൻ ഓർഡറില്ല കേട്ടോ, ട്രാക്ഷനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. വണ്ടി അപ്പുറത്തിരിപ്പുണ്ട്, വണ്ടിയിൽ വരും. ഇപ്പോൾ രാവിലെ 1:37 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു 1:40 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് എത്രത്തോളം സക്സസ് ആവും, എത്രത്തോളം കംപ്ലീറ്റ് ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും മാക്സിമം എഫേർട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. നിങ്ങളും കൂടെ ഉണ്ടാവണം. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം കേട്ടോ. ഇപ്പോൾ നിൽക്കുന്നത് മലയങ്കിഴാണ് കേട്ടോ. ഇതാണ് എൻ്റെ സ്ഥലം. ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ആപ്പിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങാൻ പോകുന്നത്. ബാക്കി നമ്മൾ ഓടുന്ന ഡിറക്ഷനും ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ കാണിച്ചു തരും. ഗൈസ് 1:40 ആയിട്ടുണ്ട്. അപ്പോൾ സമയമായിട്ടുണ്ട്, നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഓണാക്കി തുടങ്ങുകയാണ്. അവിടെ തുടങ്ങട്ടെ. അയ്യോ, പിടിച്ചോ, വണ്ടി എടുത്തിട്ട് വരട്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓടുന്ന ഡിറക്ഷനും ലൊക്കേഷനും എല്ലാം ഇതിൽ തന്നെ അറിയാൻ പറ്റും. എത്രത്തോളം ഇത് സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ ലിമിറ്റ് എന്താണെന്ന് എനിക്കറിയണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വീഡിയോ എടുക്കുന്നതെല്ലാം ട്രാക്ഷൻ ആയിരിക്കും. ഹെയർ കുറച്ച് സീനാവുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് എടുത്ത് വെച്ചാണ്. ഓടുമ്പോൾ മുടി നല്ല കൂടുതലായതുകൊണ്ട് എല്ലാം വന്ന് കണ്ണി കിടപ്പുണ്ട്. ഓ, അതുകൊണ്ട് ഇന്നൊരു ബാൻഡ് ഇട്ടതാ കേട്ടോ. വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ. എന്തായാലും അറിയില്ല ഗൈസ്, ഞാൻ വീഴുന്ന വരെ എന്തായാലും ഞാൻ ഓടും. എത്ര കിലോമീറ്റർ ആണോ അത്രയും കിലോമീറ്റർ. സമയം 2:15 എല്ലാവരും വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, എനിക്കൂടെ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു കണ്ടന്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ 2:15 ഈ ഒരു ടൈം ആയപ്പോഴത്തേനും തന്നെ എൻ്റെ ഏകദേശം ബോഡി എങ്ങനെയൊക്കെ എനിക്ക് റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ഈ സംസാരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ തളർച്ച തോന്നുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നമ്മുടെ ഉള്ളിൽ എന്തുണ്ടോ അത് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് തന്നെ വേണം. അല്ലാതെ നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ പേയാട് കഴിഞ്ഞു, ട്രാക്ഷൻ വരുന്നുണ്ട്. നിങ്ങളിനി കുറച്ച് നേരം ട്രാക്ഷനായിട്ട് സംസാരിച്ചോ. ഞാൻ അവിടുത്തെ ഇന്ന് ഈവനിങ് ഒരു 5-5:30 ആയപ്പോഴാണ് എനിക്കൊരു കോൾ പറഞ്ഞത്. SRK വിളിച്ചിട്ട് ചോദിച്ച് നമുക്കൊരു 24 ഡേ ചലഞ്ച് ചെയ്താലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ സംഭവം? ഞാൻ പറഞ്ഞു 24 hours ജോഗിങ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കതങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, കുറച്ച് സേഫ്റ്റി കാര്യങ്ങൾ നോക്കണം, നമുക്ക് നേരത്തെ പ്രാക്ടീസ് അതൊക്കെ ഓക്കെയാണ്, പക്ഷെ എന്നാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം, എത്രത്തോളം പോകും നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ, എന്നാലും നമ്മൾ വിചാരിക്കും പോലില്ല, അത്ര എളുപ്പമൊന്നുമില്ല. കുറച്ച് ഒരു 1 week അല്ലെങ്കിൽ ഒരു 1 month പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ അവൻ്റെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എന്നാലും അതൊക്കെ ഓക്കെയാണ്, എന്നാലും നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ട്രൈ ചെയ്ത് നോക്കാം. 24 hours എന്നെ കൊണ്ട് എന്തായാലും ഓടാൻ പറ്റില്ല, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഇന്ന് തന്നെ എന്നാ എടുത്തു കളയാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതാണ്. എന്തോ ഒരു ഈവനിങ് ആയപ്പോൾ ഒരു ഒറ്റ മൈൻഡിൽ അവൻ വിളിച്ച് പറയണം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് ഇനി എത്രത്തോളം ഓടും, എത്ര ടൈം എടുക്കും, നേരെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യും, എത്ര കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യും, ഒരു ഐഡിയ ഇല്ല. എന്നാലും നമുക്ക് നോക്കാം. ഇപ്പോൾ 1 hour കംപ്ലീറ്റ് ചെയ്യാറായി. രണ്ടാമത്തെ സ്റ്റെപ്പ്
കറക്റ്റ് 1 മണിക്കൂറും 2 മിനിറ്റും ആയിട്ടുണ്ട്. 7 കിലോമീറ്റർ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. വലിയ വിളയാണ് കേട്ടോ സ്ഥലം. പട്ടി ഗൈസ്, ഒരു 24 hours നമ്മൾ എന്തെല്ലാം കാര്യം ചെയ്യും? ഒരു 9 to 10 hours നമ്മൾ ജോബ് എന്തെങ്കിലും വർക്ക് ചെയ്യും. പിന്നെ ഒരു 6 to 7 hours നമ്മൾ ഉറങ്ങും. പിന്നെ ഫുഡ് കഴിക്കും. ബാക്കി കുറേ കാര്യങ്ങൾ അങ്ങനെ 24 hours അങ്ങനെ കഴിയും. അപ്പോൾ ഒരു 24 hours ജോഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ കാര്യമല്ല. ആ മനസ്സ് അത്രയും നമുക്ക് ഇതാ പോണ്. ആ മനസ്സ് നമ്മളങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നതല്ല. ആ ഒരു കാര്യം തിങ്ക് ചെയ്യുമ്പം തന്നെ അത്രയും മനക്കെട്ടി വേണം 24 hours ജോഗ് ചെയ്യാൻ. കംപ്ലീറ്റ് ചെയ്യോ ഇല്ലെന്നല്ല, ആ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ഇപ്പം ഇത്രയും തന്നെ വലിയ കാര്യമാണ്. എന്നാലും ആ ഒരു 24 hours എടുക്കുന്നത് അത്ര ചെറിയ കാര്യമല്ല. എന്തായാലും നമുക്ക് നോക്കാം, ബാക്കി കണ്ടറിയാം കംപ്ലീറ്റ് ചെയ്യോ ഇല്ലെന്ന്. ഓട്ടം തുടങ്ങിയിട്ട് 11 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 3:18 ആയിട്ടുണ്ട്. ഇതുവരെ ഒരിടത്തും നിന്നിട്ടില്ല കേട്ടോ. നോൺ സ്റ്റോപ്പായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ശാസ്തമംഗലം എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വെള്ളയമ്പലം എത്താറായി. ബോഡിയൊക്കെ നല്ല പെയിനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂറും 40 മിനിറ്റുമാണ് കേട്ടോ ഇപ്പോൾ. വെള്ളയമ്പലം എത്തിയിട്ടുണ്ട് കേട്ടോ. ടൈം 2 മണിക്കൂർ 7 മിനിറ്റ്. ഓക്കെ, കിലോമീറ്റർ 12.61 കിലോമീറ്റർ. ബാക്കി കണ്ടിന്യൂ ചെയ്യാം. കാലൊക്കെ നല്ല രീതിയിൽ കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല ഇത് എത്രത്തോളം കഠിനമായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ ചെയ്യും. എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ മ്യൂസിയം മാനവീയത്താണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് ട്രിവാൻഡ്രം കനകക്കുന്ന് മ്യൂസിയം. പോലീസ് സ്റ്റേഷന് ഫ്രണ്ടിൽ കൂടെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പാളയം പള്ളി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാട്ടോ, ഇതാണ് ട്രിവാൻഡ്രത്തെ പാളയം പള്ളി. ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, നിങ്ങൾ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. വെട്ടം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നത് ഒരു മുസ്ലിം പള്ളിയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കണ്ടില്ലേ ഒരു ക്ഷേത്രമുണ്ട്. ഒരു ക്ഷേത്രം, മുസ്ലിം പള്ളി, ഒരു ക്രിസ്ത്യൻ പള്ളി. ഇതെല്ലാം എല്ലാ മതവും ഒന്നാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു അടയാളം കൂടെയാണ് കേട്ടോ. നമ്മളിനി നേരെ ഈഞ്ചക്കൽ ഹൈവേയിലോട്ടാണ് ഓടാൻ പോകുന്നത്. ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണിപ്പോൾ. എൻ്റെ കാലൊക്കെ നല്ല സീനായി തുടങ്ങി. എൻ്റെ കാലൊന്നും അനങ്ങുന്നില്ല. 2 കാലും, മെയിനായിട്ട് എൻ്റെ ഇടത്തെ കാല് നല്ല രീതിയിൽ കുഴഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി ഇപ്പോൾ ഒരു മൂവ് വാങ്ങിച്ചിട്ട് അടിച്ചു നോക്കാം. ഇത് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ഒട്ടും ഫിസിക്കലി ട്രെയിൻഡ് അല്ല. കാലൊന്നും അനങ്ങുന്നില്ല. ബോഡിയൊക്കെ നല്ല രീതിയിൽ വീക്കായി തുടങ്ങിയിട്ടുണ്ട്. അതിന് നമുക്ക് നോക്കാം. നമ്മളെ കൊണ്ട് എത്ര ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യും. ഇതൊരു ഇലക്ട്രോലൈറ്റ് ഡ്രിങ്കാണ്. മൂന്ന് മണിക്കൂറും 18 കിലോമീറ്റർ. ബോഡി നല്ല സീനായി തുടങ്ങി. എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വരുന്നുണ്ട്, തല ഇറങ്ങുന്നുണ്ട്. അറിയില്ല ഗൈസ്. മാക്സിമം എന്തായാലും നമ്മൾ
വീഴുന്നവരെ നമ്മളോടും. വാ, കുറച്ചുകൂടെ ഓടി തുടങ്ങിയപ്പോഴത്തേനും ആ വോമിറ്റിങ് ടെൻഡൻസിയൊക്കെ അങ്ങ് മാറി കേട്ടോ. പക്ഷേ ബോഡിയും കാലൊക്കെ നല്ല പെയിനാണ്. പൊന്നു മക്കളെ, ചെയ്യുന്ന എഫേർട്ടിന് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ, വാല്യൂ കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാണ് കേട്ടോ. നിങ്ങളെ കൊണ്ട് മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതൊന്ന് എത്തിക്കണം. ഞാൻ അത്രത്തോളം എഫേർട്ട് ഇട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എഫേർട്ടിന് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങളതെനിക്ക് നേടി തരണം. ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാണ്. ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് വീഡിയോ ചെയ്ത് ഓടുമ്പോഴത്തേനും നല്ല സ്ട്രെയിൻ ആവുന്നുണ്ട്, കയ്യും നല്ല വേദനിക്കുന്നുണ്ട്, ബോഡി ഓൾറെഡി നല്ല പെയിനിങ് ആണ് കേട്ടോ ഇപ്പോഴും. പിന്നൊരു കാര്യം, ചിലവർ വിചാരിക്കും നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിനക്ക് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ഓടാനും ഇതിന് വേണ്ടിയിട്ട് ചാകാനും നിനക്ക് വേറൊരു പണിയില്ലാതെ ഇറങ്ങിയിരിക്കുകയാണോ എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരൂടെ കാണും. അവർക്കൂടെ വേണ്ടിയിട്ട് ഞാൻ പറയാം കേട്ടോ. എനിക്ക് ആരടുത്തും എതിർപ്പോ ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളൊന്നുമില്ല, നമുക്കൊരു കുന്നോളം ആഗ്രഹിച്ചാലേ നമുക്കൊരു കുന്നിക്കുരുവോളം എങ്കിലും കിട്ടുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അതുപോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും. നിങ്ങളെ കൊണ്ട് മാക്സിമം നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള വിചാരത്തിൽ നിങ്ങൾ ഇറങ്ങുക. ചിലപ്പോൾ അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും നിങ്ങളെ കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോ എന്ന്. ഞാൻ സത്യം പറയട്ടെ, ഞാൻ എൻ്റെ ഈ ഒരു ലൈഫ് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഇപ്പോഴൊന്നല്ല, എൻ്റെ ഈ കണ്ടൻറ് ക്രിയേഷനും വീഡിയോ ചെയ്യുന്ന ഭ്രാന്തൊക്കെ തുടങ്ങിയിട്ട് തന്നെ കാലം കുറേ ആയി. സത്യം പറയട്ടെ, എൻ്റെ അച്ഛന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ ഇപ്പോൾ ഇല്ല, പുള്ളിക്കാരൻ മരിച്ചുപോയി. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പോലും പുള്ളിക്കാരനൊരു ഓട്ടോ ഓടിക്കുന്ന ആളായിരുന്നു. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും എന്ത് വീഡിയോ ആണെങ്കിലും പുള്ളിക്കാരൻ്റെ ഓട്ടോ സ്റ്റാൻഡിലെ എല്ലാവരെയും കൊണ്ട് ആ വീഡിയോ കാണിപ്പിക്കും, മാക്സിമം അത് ഷെയർ ചെയ്യും. അങ്ങനെ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ അച്ഛനിപ്പോൾ ഇല്ല. സോ എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും എന്നെ വിശ്വസിക്കുന്നവർക്കും എൻ്റെ ആഗ്രഹം ഇതാണെന്ന് അറിയാവുന്നവർക്കും വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ ലൈഫ് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. സോ എൻ്റെ ഈ എഫേർട്ടിന് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിൽ എത്തിക്കണം കേട്ടോ. സത്യം ഞാൻ ഏകദേശം കുഴഞ്ഞു വീഴുന്നൊരവസ്ഥയായിട്ടുണ്ട് കേട്ടോ. എൻ്റെ കണ്ണൊക്കെ ബ്ലാങ്ക് ആവുന്നുണ്ട്, കാലൊക്കെ നല്ല രീതിയിൽ പെയിനാണ് കേട്ടോ. ബോഡിയും എൻ്റെ മുതുകൊക്കെ നല്ല രീതിയിൽ പെയിനാവുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ലൈഫ് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലും ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ എന്നും പറഞ്ഞ് ഒന്നും ചെയ്യാണ്ട് രാവിലെ എണീറ്റ് ഓടണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കൊണ്ടത് പറ്റില്ല എന്ന് പറയുന്ന കാര്യം നിങ്ങളത് ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളത് ചെയ്ത് നോക്കണം. നടക്കുമോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങൾക്കതിൽ സക്സസ് ആവാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും, നിങ്ങളെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. അവർ തന്നെ ഒരു സമയം അതൊക്കെ മാറ്റി പറയും. സോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യൂ മക്കളെ. 20 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ആഫ്റ്റർ എഫക്റ്റ് എന്താവുമെന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്ത് തന്നെ ആയാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ ഒന്ന് ട്രൈ ചെയ്യുവാണ്.
പറ്റിയില്ലെങ്കിലും ഞാൻ സന്തോഷവാനാണ്. കാരണം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഞാനിത് ചെയ്യാനൊരു മനസ്സ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ മനസ്സ് ഞാൻ മാക്സിമവും എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമവും ഞാൻ ചെയ്യും. ഓക്കെ ഗൈസ്, നിങ്ങൾ ഇരിക്കാണ്ട് ഇറങ്ങുന്നേ, നിങ്ങളെ കൊണ്ട് പറ്റും. ഓടാനല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുന്നോ അത് നിങ്ങൾ ചെയ്യ്. നിങ്ങളെ കൊണ്ട് പറ്റും. എന്നെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉയർത്തുന്നൊരു ടൈം വരും. ആ ടൈമിന് വേണ്ടിയിട്ട് നീ ഓടിക്കൊണ്ടിരി. എൻ്റെ രൂപം വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 23-24 കിലോമീറ്റർ ആയി കാണും. അവനോട് തന്നെ ചോദിച്ചു നോക്കാം ഇപ്പം അവൻ്റെ അവസ്ഥ എന്താണെന്ന്. നമുക്കറിയാം, എന്നാലും ജസ്റ്റ് അവനോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് അവൻ്റെ അവസ്ഥയെന്ന്. എടാ എങ്ങനെയുണ്ടാ? ഇല്ല, പക്ഷേ ബോഡി നല്ല പെയിനുണ്ട്. പക്ഷെ മൂവ് അടിച്ചതിൽ ചെറിയ എന്തോ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. അവൻ പിന്നെ എപ്പോഴും ഓടണേ, പക്ഷേ ബോഡിയൊക്കെ നല്ല പെയിനുണ്ട്. ബോഡിയും കാലൊക്കെ എങ്ങനെ നോക്കിയാലും ഒരു 20-25 കിലോമീറ്റർ ഓടണം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. എന്നാലും അവൻ മാക്സിമം അവൻ്റെ എഫർട്ട് ഇട്ട് ശ്രമിച്ചിട്ടുണ്ട് ഗൈസ്. എങ്ങനെ നോക്കിയാലും ഒരു 25 കിലോമീറ്റർ പോയി കാണണം. നമ്മൾ നോക്കിയിട്ടില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കാന്നുള്ളതിലാണ്. എങ്ങനെയായാലും ഒരു 25 കിലോമീറ്റർ പോയി കാണുന്നു ഗൈസ്. സമ്മതിച്ചേ പറ്റൂ. അവൻ്റെ ഉപ്പ് അവിടെ ഡെഡായി കാലിൽ പോയിട്ട് നമ്മളിടയ്ക്ക് ഓളിനി വാങ്ങിച്ചടിച്ച് പഠിച്ചിട്ടാണ് അടുത്ത ഓടുന്നത്. എന്തായാലും കാലിൻ്റെ കാസിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. എന്നാലും അവൻ്റെ എഫർട്ട് ഇട്ടിട്ട് അവൻ കണ്ട ഓടുന്നുണ്ടോ? ഇപ്പോ കഴക്കൂട്ട ഹൈവേയിലാണ് കേട്ടോ. അങ്ങ് ദൂരത്ത് എനിക്ക് ലുലു മാള് കാണാം. ഇപ്പോ ഞാൻ നല്ല രീതിയിൽ ഔട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കണ്ണൊക്കെ നല്ല ബ്ലറാവുന്ന പോലെ ഉണ്ട്. ബോഡി നല്ല വീക്കായി. ഇപ്പോൾ ലുലുമളുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ലുലുമളുടെ ഫ്രണ്ട് എത്തി. അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇപ്പോൾ സമയം വന്നിട്ട് 6:15 ഗൈസ്. SRK എത്താറായി ഗൈസ്. മാക്സിമം ഓടി എത്തിയിട്ടുണ്ട് ഗൈസ്. റെഡായ വെള്ളം വേണം, വെള്ളം പറഞ്ഞു പിടി. ഇപ്പൊ കഴക്കൂട്ടത്ത് ലുലുമാളിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഞാൻ വീഴാറായി. എന്നെ കൊണ്ട് ഇത് പറ്റില്ല. എന്റെ കാലൊക്കെ തുടങ്ങി. പ്രാവശ്യം വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മാക്സിമം ഞാൻ ഓടി. $25 കിലോമീറ്റർ നമ്മൾ 4 മണിക്കൂർ 41 മിനിറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂർ എന്നും പറഞ്ഞ് ഇറങ്ങിയ ഞാനാണ്. 4 മണിക്കൂർ 41 മിനിറ്റ് ആയപ്പോഴത്തേനും എൻ്റെ ബോഡി ഹെൽത്ത് ഇങ്ങനെയാണ്. കാരണം ഞാൻ ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങോ അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. ഡെയിലി ജോഗ് ചെയ്യുന്നൊരു വ്യക്തി പോലും അല്ല ഞാൻ. പക്ഷേ എൻ്റെ ഒരു ലിമിറ്റേഷൻ എത്രത്തോളം കാണുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാട്ടോ ഈ ചലഞ്ചായിട്ട്. എൻ്റെ മാക്സിമം ഞാൻ ഓടി. നിങ്ങൾ കാണുന്നത് ട്രിവാൻഡ്രം കഴക്കൂട്ടം ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ റോഡിലാണ് കേട്ടോ ഞാനിപ്പോൾ കിടക്കുന്നത്.
ഞാന് ഈ പച്ച ഡോട്ട് ഇവിടെ നിന്ന് തുടങ്ങിയതാ കേട്ടോ നിൽക്കുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, നമ്മുടെ എഫേർട്ടിന് എന്തെങ്കിലും വാല്യൂ കിട്ടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എത്ര പേരിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്ര പേരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് മാക്സിമം എത്തിക്കണം കേട്ടോ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ തുറന്നു പറയാം, എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല. എൻ്റെ മാക്സിമം ഇതാണ്. ലുലുവും കൂടെ കാണിച്ച് ഞാൻ ഔട്ട്റോ എടുക്കാം കേട്ടോ. ഏറ്റവും കൂടുതൽ എനിക്ക് താങ്ക്സ് പറയാനുള്ള ട്രാക്ഷനോട് തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഈ ഒരു വീഡിയോ 24 hours ചെയ്യണം, ഒരു ചലഞ്ച് ഉണ്ട്. ഇങ്ങനെയാണ് ഞാൻ മാക്സിമം എൻ്റെ കുറേ പേരെ ഞാൻ വിളിച്ചു കേട്ടോ. എല്ലാവരും പറഞ്ഞൊരു എക്സ്ക്യൂസ് അവർക്ക് കിടന്ന് ഉറങ്ങണമെന്നാണ് കേട്ടോ. ഉറങ്ങണം, അതൊരു കാര്യം തന്നെയാണ്. പക്ഷേ ആ ഉറക്കമെല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ കൂടെ ഈ ഒരു വീഡിയോ ഇത്രത്തോളം എനിക്ക് ചെയ്യാനും ഇത്രത്തോളം എന്നെ സഹായിച്ച ട്രാക്ഷന് എത്ര നന്ദി പറഞ്ഞാലും അത് വാക്കുകൾ ഒതുക്കാൻ പറ്റില്ല കേട്ടോ. അത് വാക്കുകൾ ഒതുക്കാൻ പറ്റത്തില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്ന കുറേ പേരുണ്ട് ഗൈസ്. അവർക്കെല്ലാം വേണ്ടിയിട്ടായാലും എനിക്ക് എൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയ ലൈഫ് എനിക്കത് അച്ചീവ് ചെയ്തേ പറ്റൂ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത്രയും എഫേർട്ട് കാര്യം അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഈ വീഡിയോയിൽ കണ്ടാലും പെട്ടെന്ന് നിങ്ങൾ കൂടി പോയി 10-20 മിനിറ്റ് കൊണ്ട് തീരുമായിരിക്കും. പക്ഷേ ഈ കൂടെ നിന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇത് എത്രമാത്രം എഫേർട്ട് ഇട്ടു. ഇത്രേ ഉള്ളൂ ഗൈസ്, ഇത്രേ ഉള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആൾക്കാരിൽ എത്തിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തോ, കൂടെ കൂടിക്കോ. ഇനിയും കുറേ വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ, ടാറ്റ.